നമസ്കാരം സാർ. ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു സർക്കാരിനെ ജനം ഒന്നടങ്കം ഇളകി വന്ന് കഴുത്തിൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. വലിയ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പുതിയ സർക്കാരിൽ. എന്നാൽ കഴിഞ്ഞ 3 മാസത്തെ പ്രകടനം വിലയിരുത്തി നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു സർക്കാർ, പ്രത്യേകിച്ചും ഈ കടലോര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോഴും അതോടൊപ്പം തന്നെ PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കത്തി നിൽക്കുമ്പോഴും അങ്ങ് എങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാർ, അതായത് VD സതീശൻ സർക്കാരിനെ വിലയിരുത്തുന്നത്? ആദ്യമേ പറഞ്ഞോട്ടെ, കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും നാണം കെട്ട പെർഫോമൻസ് ആയിരുന്നു LDFൻ്റെ. അത് അവരെരുന്ന് വാങ്ങിയതാണ്. കാര്യം ഒരു സർക്കാർ എങ്ങനെ ആവരുത് എന്നുള്ള മകുട ഉദാഹരണമായിരുന്നു LDFൻ്റെ 2ാം ടേമിലുള്ള സർക്കാരിൻ്റെ പ്രകടനം. അപ്പോൾ ഇനി വരുന്ന പുതിയ ഗവൺമെൻറ് UDFന് ഒരുപാട് പഠിക്കാനുള്ള പാഠങ്ങൾ അവർ തന്നിട്ടാണ് പോയത്. അതുകൂടാണ്ട് തന്നെ ഒരു കുടുംബത്തിൽ മൂത്ത കാരണവർ കുറച്ച് കടം, കുറച്ചല്ല താങ്ങാൻ പറ്റാത്ത കടം അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് പോകുന്നത് പോലെ ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ സർക്കാർ പോയത്. അപ്പോൾ അതിൻ്റേതായ സാമ്പത്തികം ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് എന്തും വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം, ഒരു കിതപ്പ് ഈ സർക്കാരിന് ഉണ്ട്. തീർച്ചയായിട്ടും അത് മുഴച്ച് നിൽക്കുന്നുണ്ട് പല മേഖലകളിലും. രണ്ടാമത് VD സതീശൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ട് കസേര വലിച്ചിട്ടിരിക്കുകയാണ്. ഒരു മന്ത്രിസഭയിലും അംഗമാകാത്ത ഒരു വ്യക്തി, ഒരു കുട്ടി ആദ്യമായിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരു പ്രതീതി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ശുഷ്കാന്തിയോടെ, ഇപ്പോൾ കുറേ നാൾ മുഖ്യമന്ത്രിയോ മന്ത്രിയൊക്കെ ആയിരുന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, ഞാൻ വിചാരിച്ച ഒന്നും മാറത്തില്ല എന്നുള്ളൊരു മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞിട്ട് വരുന്ന പോലല്ല, ഫ്രഷായിട്ട് വരുന്നു. അപ്പോൾ എല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് പുള്ളി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 3 മാസത്തെ വരെ അതിൻ്റേതായ എന്ത് വിഷയം ചോദിച്ചാലും അദ്ദേഹം അതിന് വ്യക്തമായിട്ട് മറുപടി പറയുകയും മാസമായിട്ടുള്ള ആൾക്കാരോട് അത് കറക്റ്റായിട്ട് പറഞ്ഞ് നിലനിൽക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് വളരെയധികം, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിട്ടില്ല. കരുണാകരൻ, K കരുണാകരൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭനായ ഒരാൾ, അദ്ദേഹം കുറുക്കിക്കൊള്ളുന്ന മറുപടി പറയത്തേ ഉള്ളൂ, അല്ലാതെ വിശദമായിട്ട് ഇതേപോലെ ഇരുന്ന് സംസാരിക്കില്ല. സാധാരണക്കാരൻ സംസാരിക്കുന്ന പോലെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രസ് മീറ്റിലായാലും ഇരുന്ന് സംസാരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. രണ്ടാമത്തെ പ്രവൃത്തി വെച്ചാൽ ഈ ഉദ്യോഗസ്ഥരാണ് ഭരണം മൊത്തം നടത്തുന്നത്. മുഖ്യമന്ത്രി എത്ര ഓർഡർ എന്ത് ഇട്ടാലും അല്ലെങ്കിൽ ഏത് മന്ത്രി ഇട്ടാലും ഇത് താഴേക്കടയിലിരിക്കുന്ന ആൾക്കാരാണ് പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കുറച്ച് പെൻഷനുകളെല്ലാം കൊടുത്തു, കാര്യങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ ചിലയിടത്തൊക്കെ പരാജയമായി. ഒരു വർഷകാലം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ മുൻകാലങ്ങളിലുള്ള അനുഭവം വെച്ചിട്ട് നമ്മൾ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മഴ സമയത്തായാലും ശരി, ഇത് ചുഴലിക്കാറ്റുകളുണ്ടാകുമ്പോൾ ശരി. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭ ഉണ്ടായിരുന്ന പോലെ അത്രയ്ക്ക് കെടുതികൾ ഇത്തവണ ഉണ്ടായിട്ടില്ലെങ്കിലും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ കടലോര മേഖലകളിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അപ്പം ഈ മന്ത്രിസഭ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, ഈ മഴയും ഷട്ട് വീഴുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ട് ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ യുദ്ധം വരുമെന്ന് പ്രതീതി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ അതിർത്തിയിലേക്ക് സൈനികരെ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുക, മാത്രമല്ല സൈനികരെ വിന്യസിക്കുകയും അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ തിരിച്ചാക്രമണം വന്നു കഴിഞ്ഞാൽ തടുക്കാനുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണുമായിരുന്നു. അവിടെയാണ് എനിക്കൊരു ചോദ്യമുള്ളത്. അതായത് സർക്കാരിന് 3 ആംബുലൻസ് ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്, പ്രതീക്ഷ, പ്രത്യാശ, കരുണ. എന്നാൽ പ്രതീക്ഷയും പ്രത്യാശയും കരുണയും ഇല്ലാതെയാണ് കടലോര മേഖല ഈ പ്രളയത്തെയും നേരിട്ടത്. അപ്പോൾ എന്ത് കരുതലാണ് സർക്കാരിന് അവരുടെ കാര്യത്തിലുണ്ടായിരുന്നത്? അതിന് എനിക്ക് ഒരു സാധാരണക്കാരെന്നുള്ള മറുപടി പറയട്ടെ. നിങ്ങളുടെ പത്തനംതിട്ടയിലും നമ്മുടെ പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ വെള്ളം കയറിയപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ ബോട്ടും എടുത്ത് എന്ത് വേഗത്തിലാണ് അവിടെ എത്തിയത്. എന്നാൽ അവരുടെ ഒരു ജീവൻ കടലിൽ പോയപ്പോൾ തിരച്ചിൽ നടത്താൻ പോകണമെങ്കിൽ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. ആര്? കേന്ദ്ര സർക്കാരല്ല, മാതാമൃതാനന്ദമയിയുടെ അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കുന്നത് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചെയ്തു കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ഈ കടൽ മഴ കൂടുതലാവുമ്പം അവിടെ ഈ രക്ഷാ പറഞ്ഞ ബോട്ട്, ആംബുലൻസ് ബോട്ടായാലും ശരി, കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ആയാലും ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്താത്ത എന്തുകൊണ്ട്? ഒരു ഫയർഫോഴ്സിനായാലും ശരി, ഇത് പോലീസിന് ഇപ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘടനകളെ മുന്നറിയിപ്പിക്കുന്ന അവിടെ നമ്മളിപ്പോൾ
നമ്മളിപ്പോൾ ഒരു ബേവാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി, അതായത് ഒരാൾ കടലിൽ പോയാൽ നീന്തി എടുത്തുകൊണ്ട് വരാൻ ഒരാൾ, അല്ല കടലിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് അയാൾ വീട്ടിൽ നിന്ന് ആംബുലൻസിൽ വന്ന് അത്രയും സമയമൊന്നും ജീവൻ രക്ഷിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു പാളിച്ച പറ്റി. അതിൽ സർക്കാർ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആണമായിരുന്നു. ഇതുവരെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ഒരു ചെറിയ വീഴ്ചയാണ്. കാര്യം തുടക്കമായതുകൊണ്ട് നമുക്കത് അങ്ങനെ കാണാം. ഇനി പോകുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ വയ്യ. വാചാടോപങ്ങളിലും വാഗ്ധോരണികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ പഴയ സർക്കാർ പറഞ്ഞ അതേ പല്ലവി പുതിയ സർക്കാരും ആവർത്തിക്കുന്നു? റൂം ഫോർ റിവർ, പിന്നീട് അതോടൊപ്പം തന്നെ ഡീസിൽറ്റേഷൻ ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ AI ഡ്രിവൻ പ്രൊജക്ട്സുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള വാക്കുകൾ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുമോ വീണ്ടും വി ഡി സതീശൻ? അല്ല, വി ഡി സതീശൻ കുറച്ചധികം വായനയും ദീർഘവീക്ഷണമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ നാളെ തന്നെ എക്സിക്യൂഷൻ നാളെ തന്നെ നടക്കില്ല. കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഓർഡർ ഇട്ടാലും അത് നടപ്പാക്കണമെന്നില്ല. അവിടുത്തെ ബ്യൂറോക്രാറ്റിക്കിലേക്ക് വന്ന് അവിടുത്തെ സെനറ്റ് കൊടുക്കും. അതേപോലെ ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഇപ്പം സർക്കാർ മാറി, എല്ലാം മാറിയെങ്കിലും നമ്മൾ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും നിങ്ങളൊരു കട വാടകയ്ക്ക് കൊടുത്തു എന്ന് വെച്ചു. ഈ കടയെ വാടകയ്ക്ക് എടുത്തയാൾ അയാൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി കട ഉടമ അതിന് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുക്കുന്നു. ഇയാൾ ഇത് ലൈസൻസ് എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. സപ്പോസ് ഇയാളത് വേണ്ട, എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നില്ല, ഞാൻ കട കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്കത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തി. ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. ഇയാൾ നിർത്തിയിട്ട് പോയി, ഇയാൾ കട ഒഴിഞ്ഞു, അതല്ലെങ്കിൽ ഈ കട ഉടമയായിട്ട് തർക്കമായി, അയാൾ കട വിട്ടു. വേറൊരാൾക്ക് ഈ കട ഇയാൾ വാടകയ്ക്ക് കൊടുക്കണം. വാടകയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ എന്താ ആദ്യത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ഈ പുതിയതായിട്ട് വന്ന ആൾക്ക് ഈ പേപ്പറെല്ലാം കൊണ്ട് ചെന്നാലും പഴയ ആൾ ആ ലൈസൻസ് പോർട്ടലിൽ കയറി അയാൾ ക്യാൻസലേഷൻ കൊടുത്താലേ പുതിയ ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസ് പ്രാവർത്തികമാക്കത്തുള്ളൂ, പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ആ പഴയ ആൾ ഉടക്കിപ്പോയി കഴിഞ്ഞാൽ അയാൾ ക്യാൻസലേഷൻ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ ഈ പുതിയ വന്നയാൾക്ക് ഇത് ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. അയാൾ കോടികൾ മുടക്കി കടയ്ക്കുള്ളിൽ പല സാമാന്യ സാമഗ്രികളും എല്ലാം വരുത്തിയിട്ടുണ്ടാവും. കട ഉടമയ്ക്ക് വാടക കിട്ടുമോ? അതുമില്ല. അവസാനം കട ഉടമയും ഈ കട എടുത്തവനും തമ്മിൽ അടിയായി കേസിലേക്ക് വന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു നിസ്സാരമായ കാര്യമേ ഉള്ളൂ, ഒരു ലൈസൻസ് എടുത്തു. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ മേൽ അധികാരമാണുള്ളത്. അവിടെ അധികാരമില്ല. അവിടെ അപേക്ഷിക്കാനോ സംസാരിക്കാനേ പറ്റുള്ളൂ. അധികാരം കയ്യിലുള്ള സർക്കാർ കുറച്ചുകൂടി ക്രിയാത്മകമായ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ലേ? സർക്കാരിൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില ന്യൂനതകൾ പരിഹരിച്ചാലേ പോർട്ടലുകളുള്ളത്, ഇത് ഇപ്പോൾ പരാതികൾ കിട്ടിയിട്ടുണ്ട്. പരാതികൾ കിട്ടിയപ്പോൾ അപ്പം തന്നെ ആ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കേരളം നിശ്ചലമാവും. ഈ പറഞ്ഞ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റത്തില്ല. ഒരു പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബിൽഡിംഗ് ലൈസൻസ് കിട്ടാൻ അവനൊരു 10 പ്രാവശ്യം ഈ ബിൽഡിംഗ് ഓണറിനെ പറഞ്ഞു വിട്ടിട്ട് ഓരോ റെക്ടിഫിക്കേഷനും ഒറ്റ പ്രാവശ്യം പറയുന്നതിന് പകരം 10 പ്രാവശ്യം വിടും. 10 പ്രാവശ്യം നിങ്ങളൊരു അഡ്വാൻസ് മേടിച്ചിട്ട് കട കൊടുക്കാൻ നിന്നാൽ ബിൽഡിംഗ് ലൈസൻസ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അപ്പോൾ ഈ പറയുന്ന ഗവർണൻസ് എന്ന് പറഞ്ഞാൽ, ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വർത്താനം പറഞ്ഞ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ താഴേക്കിടയിൽ എങ്ങനെ നടപ്പാക്കുന്നു, ക്രിയാത്മകമായി ജനങ്ങൾക്കത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഈ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരുടെ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിടുക്കാണ്. യുദ്ധമുഖത്തേക്ക് നേരിട്ട് പോയ പ്രധാനമന്ത്രിമാരുള്ള നാടാണിത്, പടച്ചട്ടയും അണിഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ, യുദ്ധസമാനമായ സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പടക്കപ്പൽ തന്നെ തീർത്ത പ്രളയകാലത്ത് അവർക്ക് വേണ്ടി നേരിട്ട് ഈ ജനപ്രതിനിധികൾക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയുമല്ലോ. ഒരു നിമിഷ നേരം കൊണ്ട് തലസ്ഥാന നഗരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്ന മുഖ്യമന്ത്രിക്ക് ദിവസങ്ങൾ കഴിഞ്ഞു ആ ബാധിക്കപ്പെട്ട ജനതയുടെ അടുത്തേക്കെത്താൻ, കണ്ണീരൊന്നൊപ്പാൻ. എന്തേ ഇത്ര സമയം അലംഭാവം? മറ്റെല്ലാം മാറ്റി നിർത്തിയാലും അതൊരു വീഴ്ച തന്നെയാണ്, നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടുള്ളെങ്കിൽ തന്നെയും ആ ഒരു സമുദായം അല്ലെങ്കിൽ ആ ഒരു സമൂഹം ഇല്ലെങ്കിൽ നമുക്ക് എന്തോരം കോടികൾ, ഈ ഫിഷർമാൻ എന്ന് പറഞ്ഞൊരു സമൂഹം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ളതാണ് ഈ കേരളത്തിൻ്റെ അങ്ങനെ. അപ്പോൾ അവരെ നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു കെയറും പരിഗണനയും കൊടുക്കേണ്ട ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് ഒരു ജീവനല്ലേ, ഒരു ഒന്നിൽ കൂടുതൽ ആയാലും ഒരാളായാലും അകപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ മന്ത്രി അതിന് ബന്ധപ്പെട്ട മന്ത്രി എന്നുള്ളതിൽ ഇമ്മീഡിയറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു. അതിലെ വീഴ്ച ഇനിയും പരിഹരിച്ച് ഇനി
വരാൻ പോകുന്ന നാളുകളിൽ ഇതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഏറ്റവും അത്യന്താപേക്ഷിത കാര്യമാണ്. മണ്ണ് തിന്നുന്ന PSC ഉദ്യോഗാർത്ഥികൾ മറ്റൊരു വശത്തു നിന്നൊക്കെയാണ്. CJPയുടെ സമരത്തിന് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് മണ്ണും പുല്ലും തിന്ന PSCയുടെ ഉദ്യോഗാർത്ഥികളെ കാണാനുള്ള കണ്ണ് ഇതുവരെയും ഉണ്ടായില്ലേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടായില്ലേ? അതൊരു വിരോധാഭാസമാണ്. കാര്യം കേരളം പ്രബുദ്ധമായ നാടാണ്, വിദ്യാഭ്യാസത്തിൽ ലിറ്ററസിയിൽ ഏറ്റവും മുന്തിയതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം മോഷ്ടിച്ചവനെ പരസ്യമായിട്ട് അടിച്ചു കൊന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്. ഇവിടെ PSCയിൽ എഴുതാത്ത ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി റാങ്ക് കൊടുക്കുന്ന റാങ്ക് ഹോൾഡറുടെ കൊടുത്തിട്ട് കേന്ദ്രത്തിനെതിരെ ഒരു പട നയിച്ചപ്പോൾ അവിടെ പോയി ശബ്ദം വയ്ക്കുന്നു. സ്വന്തം കണ്ണിലെ കോലെടുക്കാൻ പറ്റാതെ അത് പഴഞ്ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ്. അത് കേരളത്തിൽ മൊത്തത്തിൽ വിരോധാഭാസമായ ഒരു നാടാണ്. ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന സമൂഹമാണെങ്കിൽ തന്നെ നമ്മളെല്ലാം ഹിപ്പോക്രസി. നിങ്ങൾ കേരളത്തിനെ കുറിച്ച് നോക്കിക്കോളൂ. കേരളം ആദ്യമേ ഒറ്റയ്ക്ക് ഒരിക്കലും കേരളത്തിലൊരു മലയാളി നടക്കൂല, ഒന്നും ചെയ്യത്തുമില്ല. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി തോറ്റ് എല്ലാ സംസ്ഥാനത്തും തോറ്റു. പക്ഷേ എവിടെയാണ് ഇന്ദിരാ കോൺഗ്രസ് ജയിച്ചത്? കേരളത്തിൽ മാത്രമാണ്. അതേപോലെ തന്നെ ലോകത്ത് ഒരിടത്തും എലക്റ്റഡായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് വരാതിരുന്ന് കേരളത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം നമ്മൾ വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വേണം. കേരളത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യം മൊത്തത്തിൽ എക്സാമ്പിളായിട്ട് എടുത്ത് പരിശോധിക്കുന്ന ഒരു നാടാണ് കേരളം. നമ്മൾ ഡെവലപ്മെൻറ്റോ ഒന്നുമല്ല, നമ്മുടെ നാട് ഇങ്ങനെ തന്നെ നിൽക്കും. എന്താ പറയുക, എല്ലാവർക്കും ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നവരാണ് അവർ മികച്ച രീതിയിൽ വരും. ഇവിടെ നമ്മളെപ്പോലുള്ളവർ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പഠിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അനാവശ്യ തിടുക്കങ്ങൾ കാണിക്കുന്നുണ്ടോ പല കാര്യങ്ങളിലും? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ TG മോഹൻദാസ് വിഷയം, അതോടൊപ്പം തന്നെ ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റൊരു ഇടപെടൽ നടന്നു. ഏറ്റവും അധികം കാലം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. ആ ചോദ്യം ചോദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അതിന് മറ്റൊരു ഉത്തരവുമില്ല. ചരിത്രപരമായി ഫാക്ച്വലി അദ്ദേഹം ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കറക്റ്റായിരുന്നു. വിനായക ദാമോദര സവർക്കറാണ്. കാട്ടിക്കൂട്ടലുകൾ ആകുന്നുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും? അല്ല, ഇതിപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് തന്നെ നമ്മൾ നേരത്തെ ഒരു പ്രൊഫസറുടെ കൈവെട്ടിയ നാടാണ് നമ്മൾ. എന്തിനാണ്? ഒരു പേരെഴുതിയത്. അപ്പോൾ അത് ഏത് സർക്കാർ ഇരുന്നപ്പോഴാണ് നടന്നത്? ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ഏത് സർക്കാർ ഇരിക്കുമ്പോഴാണ്? അപ്പോൾ ഇതെല്ലാം കൂടെ ജനങ്ങളെ കൂട്ടിവായിപ്പിക്കാൻ ഇടവരുത്തരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരുകൾ കേവലം ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ സ്വജന പക്ഷപാതിത്വപരമായോ ഒന്നും തന്നെ പെരുമാറാൻ പാടില്ല. അവർ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആൾക്കാരാണ്. എല്ലാ മനുഷ്യരെയും ഒരേ കണ്ണുകൊണ്ട്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മത വ്യത്യാസമില്ലാതെ ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രം കാണേണ്ട സർക്കാർ അങ്ങനെ നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥവത്താവുകയുള്ളൂ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.